So, hi friends, welcome back to Widget Master. Godzilla Kong The New Empire. തീർച്ചയായിട്ടും ഈ സിനിമ വരുമ്പോൾ ഇതിൽ എന്തായിരിക്കും പുതുതായിട്ട് മോൺസ്റ്റർ വേഴ്സിൽ അവർ കൊണ്ടുവരാൻ പോകുന്നതെന്നതിനെ പറ്റി തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആ ഒരു ഡൗട്ട് തന്നെയുണ്ട്. കാരണം ഓരോ സിനിമ പുറത്തു വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ ആ ഒരു യൂണിവേഴ്സിൽ കൊണ്ടുവരാൻ പൊതുവേ ആ ഒരു യൂണിവേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണോ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് അതിനെല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഇതുവരെ ഏതൊക്കെ ടൈറ്റൻസ് ഉണ്ടായിരുന്നോ അവരെല്ലാവരെക്കാളും പവർഫുൾ ആയിട്ടുള്ള പല ടൈറ്റൻസിനെയും അവർ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. തീർച്ചയായിട്ടും ട്രെയിലറിലൂടെ നമുക്ക് അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പൊതുവെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ നമുക്ക് അവരുടെ ലീക്ക്ഡ് ടോയ്സിലൂടെ അല്ലെങ്കിൽ ഫംഗോ പോപ്സിലൂടെ എല്ലാം കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ടൈറ്റൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ആരായിരിക്കും യഥാർത്ഥ മോൺസ്റ്റർ വേഴ്സിലെ അല്ലെങ്കിൽ ആരായിരിക്കും യഥാർത്ഥ കോങ്സ് ഗോഡ്സിലെ ദ ന്യൂ എംപയറിലെ വില്ലൻ എന്നുള്ളതിനെ കണ്ടെത്തുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാൻ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എന്താണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗോഡ്സില ഉണ്ട്, കോങ് ഉണ്ട്, അതേപോലെ ഒരു ഒറാങ്കുട്ടൻ സ്പീഷീസ് ഉണ്ട്. പുള്ളിയുടെ പേരാണ് സ്കാർക്കിങ്. ഈ മൂന്ന് ടൈറ്റൻസ് ആണ് പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അഥവാ ഗോഡ്സിലയും കോങ്ങും സ്കാർക്കിങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ അവിടെ എവിടെയായിട്ട് ഏതൊരു മൂന്നാമതൊരു ടൈറ്റൻ്റെ പ്രസൻസ് നമുക്ക് നല്ല രീതിയിൽ തോന്നുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഒളിപ്പിച്ച് വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മോൺസ്റ്റർ വേഴ്സിലെ ഈ സിനിമയിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു കഥാപാത്രത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. സോ അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് വില്ലന്മാർ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഒന്ന് സ്കാർക്കിങ് തന്നെ. നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു കഥാപാത്രത്തിനെ പറ്റി തന്നെ പറയാം. സ്കാർക്കിങ് തീർച്ചയായിട്ടും കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗോഡ്സിലെയും കോങ്ങിനേക്കാളും വളരെ അധികം പവർഫുള്ളാണ്. പാസ്റ്റിൽ ഇവരുടെ ആങ്സിസ്റ്ററിനെ കൊന്നതുപോലും ഈ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ പുറത്തു വന്ന ആദ്യ ടീസർ തന്നെ. അഥവാ ഈ ഒരു കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സിനിമയുടെ പേര് റിവീൽ ചെയ്യുന്ന രീതിയിൽ ആരും തന്നെ ഒരു ചെറിയ ഷോർട്ട് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ടീസർ പോലെ പുറത്തു വന്നിരുന്നു. അതിലായിട്ട് സ്കാർക്കിങ്ങിനെ കാണിക്കുന്ന അതേ അവസരത്തിൽ തന്നെ നമുക്ക് ഗോഡ്സിലയുടെയും കോങ്ങിൻ്റെയും രണ്ട് സ്കാൾ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നു. സോ അതുപോലെ തന്നെ പാസ്റ്റിൽ ഈ രണ്ട് ടൈറ്റൻസിൻ്റെയും ആക്സിസ്റ്ററിനെ കൊന്നത് സ്കാർക്കിങ് ആണ്. സോ അതുപോലെ തന്നെ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ കഥാപാത്രം എത്രമാത്രം പവർഫുൾ ആണ് എന്നതിനെ പറ്റി തന്നെ. ഇത് മാത്രമല്ലാതെ ഈ ട്രെയിലറിൽ പോലും നമുക്ക് കാണാൻ സാധിച്ചു കോങ്ങിൻ്റെ കൈക്ക് നല്ല രീതിയിൽ പണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മറ്റൊരു മെക്കാനിക്കൽ ഹാൻഡിനെല്ലാം സപ്പോർട്ടോടു കൂടി നമ്മൾ കോങ്ങിനെ കാണുന്നത്. തീർച്ചയായിട്ടും കോങ്ങിനെ കൈക്ക് പരുവമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരും തന്നെയല്ല സ്കാർക്കിങ് തന്നെയാണ്. ഇൻട്രോയിലൊക്കെ ആകുമ്പോഴേക്കായിരിക്കും തീർച്ചയായിട്ടും ഗോഡ്സിലയുടെയും ഇൻട്രോ. കാരണം ഗോഡ്സില ഇപ്പോൾ ഒരു ഹൈബർനേഷൻ ഫോമിലാണ്. പുള്ളി തൻ്റെ പവറിനെ കൂട്ടാൻ അല്ലെങ്കിൽ റേഡിയേഷൻസിനെ എല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകതരം മഞ്ഞുള്ള സ്ഥലത്തായിട്ട് തന്നെ. തീർച്ചയായിട്ടും ഈ ഒരു റേഡിയേഷൻ്റെ എല്ലാം പവർഫുൾ അല്ലെങ്കിൽ ഈ റേഡിയേഷനെല്ലാം കൂടിയത് കാരണത്താൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ആ ഒരു അറ്റോമിക് ബ്രിഡ്ത്തിൻ്റെ എല്ലാം കളർ മാറിയിട്ടുണ്ടാവുന്നത്. ഇത് മാത്രമല്ലാതെ പുറത്തുണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ എല്ലാം ഷേപ്പും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുമുണ്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ശേഷം ഗോഡ്സിലയുടെ വരവോടുകൂടി തന്നെയായിരിക്കും കോങ്ങിന് കുറേ കൂടി ശക്തി ലഭിക്കുന്നതും സ്കാർക്കിങ്ങിനെ തോൽപ്പിക്കാൻ പവർ ലഭിക്കുന്നതും. തീർച്ചയായിട്ടും കോങ്ങിന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മുൻപും ഹ്യൂമൻസ് സപ്പോർട്ടിന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരത്തിലും ഹ്യൂമൻസ് കോങ്ങിന് സപ്പോർട്ടായി വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു കൈ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിക്കൽ ഹാൻഡ് തീർച്ചയായിട്ടും കോങ്ങിന് നല്ല രീതിയിൽ ശക്തി തരിക തന്നെ ചെയ്യും. കാരണം തീർച്ചയായിട്ടും പഞ്ചസിനെല്ലാം നേരത്തെ ഉള്ളതിനേക്കാൾ പവർഫുൾ അല്ലെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാൾ പവർ കൊടുക്കാൻ ഈ മെക്കാനിക്കൽ സപ്പോർട്ടിന് തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുമോ? ഒരിക്കലുമില്ല. സ്കാർക്കിങ് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതൊരു രാജാവിന് തുല്യമായിട്ടുള്ളൊരു ടൈറ്റൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്കാർക്കിങ്ങിനെ ആദ്യമായിട്ട് കാണിക്കുന്ന ആ ഒരു സീനിൽ അഥവാ ട്രെയിലറിലെ ആ ഒരു സീനിലായിട്ട് മുൻപിലായിട്ട് കോങ്ങിനെയും കാണാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ അവർക്ക് ചുറ്റുമായിട്ട് കുറേയധികം കോങ്ങുകളെയും അല്ലെങ്കിൽ നോർമൽ കോങ്സിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതോടെ തന്നെ സ്കാർക്കിങ് ഒരു രാജാവിനെ പോലെ ഇവർക്കെല്ലാവർക്കും മുകളിലായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ വളരെയധികം പഴയ ഒരു കഥാപാത്രമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കുറേ കൂടി പഴക്കമുള്ളത് ഗോഡ്സിലെയും കോങ്ങിനേക്കാളും പഴക്കമുണ്ട് ഏറെക്കുറെ ഗോഡ്സിലയുടെ അത്ര തന്നെയും. സോ അതുകൊണ്ട് ഈ ഒരു കഥാപാത്രം എത്രമാത്രം പവർഫുൾ ആണ് എന്നതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയയും ഇല്ല. തീർച്ചയായിട്ടും വരുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ പോലും കോങ്ങിനേക്കാൾ അഥവാ മെച്ചൂർഡ് കോങ്ങിനേക്കാൾ വളരെയധികം പവർഫുള്ളാണ് സ്കാർക്കിങ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് അപകടം പിടിച്ചത് തന്നെയാണ്. കോങ്ങിന് എന്തൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. ഗോഡ്സില വരെ തോൽപ്പിക്കാൻ ഈ ഒരു കഥാപാത്രത്തിന് കെൽപ്പുള്ളതാണ് എങ്കിൽ ഈ ഒരു കഥാപാത്രത്തിന് അഥവാ കോങ്ങിനെ തോൽപ്പിക്കാൻ
മാത്രം ശക്തിയുള്ള മറ്റൊരു കഥാപാത്രം വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ടൈറ്റൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എത്രമാത്രം കൂടുതലാണ് എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവരെല്ലാവരെക്കാളിലും മറ്റൊരു പ്രധാനപ്പെട്ട ടൈറ്റനെ ഈ ഒരു ട്രെയിലറിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ടോയ് സ്റ്റോറിയുടെ പുറത്തു വന്നു ആ കഥാപാത്രം മറ്റാരുമല്ല, ടൈറ്റൻ ഷീമോ. തീർച്ചയായിട്ടും ഇതുവരെ വന്നതിലെ അല്ലെങ്കിൽ ഈ സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൈറ്റൻ തന്നെയാണ് ടൈറ്റൻ ഷീമോ എന്നതിനെ പറ്റി ഒരു തർക്കവുമില്ല. പറയാൻ കാരണം ഈ ടൈറ്റൻ തന്നെയാണ് എല്ലാം ആരംഭിച്ചു വെച്ചിരിക്കുന്നത്. അഥവാ ഈ ഒരു ടൈറ്റനിലൂടെ തന്നെയാണ് ബാക്കിയുള്ള ടൈറ്റൻസ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ അല്ലെങ്കിൽ കോമിക്സിലൂടെ എല്ലാം അവർ കൂടുതലും പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ടൈറ്റൻ്റെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടുമിക്ക ടൈറ്റൻസിൽ നമ്മൾ എന്തൊക്കെ പവർ കണ്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിനും മിക്സ് ആയിട്ടുള്ള പവർ തന്നെയായിരിക്കും. എങ്കിൽ പോലും യുണീക്ക് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈറ്റന് ഐസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ട്രെയിലറിൻ്റെ പർട്ടിക്കുലർ സീനായിട്ട് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഐസിൽ വെച്ച് ഇവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതും മറ്റും. സോ അതോടെ തന്നെ ഇതേ അവസരത്തിൽ തന്നെയായിരിക്കും ഈ ഒരു ടൈറ്റനുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഗോഡ്സില ഇപ്പോൾ വളരെയധികം പവർഫുള്ളാണ്, റേഡിയേഷൻസിനെല്ലാം സ്വീകരിച്ച് പിങ്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ടൈറ്റൻ ഷീമോയിലേക്ക് വന്നു കഴിയുമ്പോൾ ടൈറ്റൻ ഷീമോയെ തടുക്കാൻ ഇതൊന്നും പോരാ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോകുക. കാരണം ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡിസ്ക്രിപ്ഷൻ അത്രമാത്രം ഭയാനകമാണ്, നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത. ട്രെയിലറിൻ്റെ പർട്ടിക്കുലർ സീനിലായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് 42 സെക്കൻഡിലായിട്ട് നമുക്ക് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോലെ ലഭിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു സീൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കോങ്ങുമല്ല, ഗോഡ്സിലയുമല്ല, മറ്റൊരു പുതിയ ആൾ തന്നെയാണ്. സോ അതോടെ തന്നെ ടൈറ്റൻ ഷീമോ എത്രമാത്രം അല്ലെങ്കിൽ എന്തായിരിക്കും എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് ഇപ്പോൾ ഇല്ല. എങ്കിൽ പോലും ഏൻഷ്യൻ്റ് ആണ്, ഏറ്റവും പഴക്കമേറിയതാണ്, എല്ലാത്തിൻ്റെയും ആരംഭം ഇവിടെ നിന്നുമാണെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏറെക്കുറെ ഗോഡ്സിലയുടെ രീതി പോലുള്ള ഒരു ബോഡി സ്ട്രക്ചർ തന്നെയാണ്, എങ്കിൽ പോലും ഒരു ആമേഴത് പോലെയുള്ളൊരു തല തന്നെയാണ്. ഇപ്പോൾ അത്രമാത്രമാണ് രൂപവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഐസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശക്തിയുമുണ്ട്. വലുപ്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മോൺസ്റ്റർ ബീഡ്സിൽ ഇതുവരെ ഉള്ളതിലെ ഏറ്റവും വലിപ്പമുള്ളതും. സോ അതോടെ തന്നെ ഈ ഒരു കഥാപാത്രം അത്രമാത്രം അപകടം പിടിച്ചിട്ട് തന്നെയാണ്. കാത്തിരിക്കാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി തന്നെ. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസീസും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഈ എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രതീക്ഷയോടെ എൻ്റെ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.